നമസ്കാരം. മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റുവിന് തുല്യനായി എന്നാണ് സംഘി ഹാൻഡിലുകളും ഗോദി മാധ്യമങ്ങളും വ്യാപകമായി പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൽ വല്ല വസ്തുതയുമുണ്ടോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടർച്ചയായി 3 തവണ വിജയിക്കുകയും ജവഹർലാൽ നെഹ്റുവിന് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയായി എന്നൊക്കെയാണ് PR ടീമുകൾ തട്ടിവിടുന്നത്. ഇത് പൂർണ്ണമായും തെറ്റാണ്. 1947, 1952, 1957, 1962 എന്നീ വർഷങ്ങളിൽ ജവഹർലാൽ നെഹ്റു 3 തവണയല്ല 4 തവണ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. നെഹ്റു ഒടുവിൽ പ്രധാനമന്ത്രിയായ 1962 തെരഞ്ഞെടുപ്പ് സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന മൂന്നാമത്തേതായിരുന്നു. 1947 മുതൽ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലല്ലോ. 1946 ഗവൺമെന്റ് ഒരു ബ്രിട്ടീഷ് കോളനിയിൽ നിന്ന് ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കിലേക്ക് രാജ്യം മാറുന്നതിന് മേൽനോട്ടം വഹിക്കാൻ രൂപീകരിച്ച മന്ത്രിസഭ കൂടി കണക്കിലെടുത്താൽ 1962 5-ാം തവണ നെഹ്റു പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് കണക്കാക്കേണ്ടി വരും. മോദി തന്റെ 3-ാം ടേമിൽ കേവല ഭൂരിപക്ഷത്തിനടുത്തു പോലും എത്തിയില്ലെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രകടനവും BJPയുടെ പ്രകടനവും സമാനമായ കാലയളവിൽ നെഹ്റുവിനെയും കോൺഗ്രസിനെയും അപേക്ഷിച്ച് വളരെ താഴ്ന്നതാണ്. 2014 282 സീറ്റുകളാണ് BJP നേടിയത്. വിവാദമായ പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ബാലാക്കോട്ട് വ്യോമാക്രമണം കാരണം ധ്രുവീകരണം മൂലം 2019 അതിന്റെ എണ്ണം 303 ഉയർന്നു. നെഹ്റു തുടർച്ചയായി വിജയിച്ച 3 തിരഞ്ഞെടുപ്പുകളെ കൂടാതെ അടൽ ബിഹാരി വാജ്പേയിയും 1996, 98, 99 എന്നീ വർഷങ്ങളിൽ തുടർച്ചയായി 3 തവണ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് സൗകര്യപൂർവ്വം തമസ്കരിക്കുകയാണ് മോദി ഭക്തർ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് 4 വട്ടമാണ്. 1966, 67, 71, 80 എന്നീ വർഷങ്ങളിൽ അവർ 4 തവണ പ്രധാനമന്ത്രിയായി. 1952 നടന്ന ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 364 സീറ്റുകൾ നേടി. 1957 2-ാം പൊതു തെരഞ്ഞെടുപ്പിൽ അതിന്റെ എണ്ണം 371 ഉയർന്നു. എന്നാൽ 1962 361 സീറ്റുകളായി കുറഞ്ഞു. ഈ ഓരോ തെരഞ്ഞെടുപ്പിലും ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ എണ്ണം 494 മാത്രമായിരുന്നു എന്നുകൂടി കാണേണ്ടതുണ്ട്. ഇത് നിലവിലെ അംഗസംഖ്യയായ 543 നിന്ന് വളരെ താഴെയാണ്. സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒരേ സമയം നടന്ന 1952 മുതൽ 1962 വരെയുള്ള 3 പൊതു തിരഞ്ഞെടുപ്പുകളിലും 1957 കേരളത്തിൽ തോറ്റതൊഴിച്ചാൽ കോൺഗ്രസ് എല്ലാ സംസ്ഥാനങ്ങളിലും വിജയിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അന്ന് കേരളത്തിൽ വിജയിച്ചത്. പ്രതിപക്ഷ പാർട്ടികൾ മുൻ തിരഞ്ഞെടുപ്പുകളിലേതുപോലെ 1962 മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത്. 29 സീറ്റുകളുമായി CPI ഏറ്റവും വലിയ പ്രതിപക്ഷമായപ്പോൾ ആദ്യമായി മത്സരിച്ച C രാജഗോപാലാചാരിയുടെ സ്വതന്ത്ര പാർട്ടി 18 സീറ്റുകൾ നേടി. ജനസംഘത്തിന് 14 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. എല്ലാ തരത്തിലുമുള്ള സോഷ്യലിസ്റ്റുകൾക്കും കൂടി 18 സീറ്റുകളാണ് അന്ന് നേടാനായത്. കോൺഗ്രസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നിട്ടും നെഹ്റു പ്രതിപക്ഷത്തെ ബഹുമാനിക്കുകയും അവരുടെ വിമർശനങ്ങളോട് പ്രതികരിക്കുകയും CPI നേതാവായിരുന്ന AKജിക്ക് പ്രതിപക്ഷ നേതാവിന്റെ പദവി അംഗീകരിച്ചു നൽകുകയും ചെയ്തു. നെഹ്റു സ്വതന്ത്ര സംവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ദേശീയ താൽപര്യം എപ്പോഴും തന്റെ പാർട്ടിയുടേതിന് മുകളിൽ ഉയർത്തുകയും ചെയ്തതിനാൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് കുറഞ്ഞ സംഖ്യാബലം ഉണ്ടായിരുന്നിട്ടും സർക്കാർ നയങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞു. അദ്ദേഹം പതിവായി ചോദ്യോത്തര വേളയിൽ ഇരുന്നു. പാർലമെന്ററി നടപടിക്രമങ്ങളോടും നിയമനിർമ്മാണങ്ങളോടുമുള്ള ഉന്നതമായ മര്യാദയുടെയും അന്തസ്സിന്റെയും ആദരവിന്റെയും മാതൃക കാണിച്ചു. വാസ്തവത്തിൽ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അടിത്തറ പാകിയതിലും സ്വാതന്ത്ര്യാനന്തരം നീണ്ട 17 വർഷക്കാലം അതിനെ പരിപോഷിപ്പിക്കുന്നതിലും ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് ഉചിതമായി വിളിക്കപ്പെടുന്ന രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയുടെ സംഭാവനകൾ ലോകമെമ്പാടും അറിയപ്പെടുന്നതും അംഗീകരിക്കപ്പെട്ടതുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3-ാം തവണയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതിനെ കുറിച്ച് നെഹ്റുവുമായി ചേർത്തുവെച്ച് വ്യാജം പ്രചരിപ്പിക്കുമ്പോൾ നെഹ്റു മന്ത്രിസഭയുടെ എളിമയും നെഹ്റു മന്ത്രിസഭയിലെ മികച്ച വ്യക്തിത്വങ്ങളുടെ പേരുകളും പുനരാവിഷ്കരിക്കുന്നത് ഇവിടെ അസ്ഥാനത്തായിരിക്കില്ല. 1962 നെഹ്റു മന്ത്രിസഭയിൽ ക്യാബിനറ്റ് റാങ്കിലുള്ള 17 മന്ത്രിമാരും 5 സഹമന്ത്രിമാരും മാത്രമാണ് ഉണ്ടായിരുന്നത്. മേൽപ്പറഞ്ഞ എല്ലാ പ്രമുഖ നേതാക്കളും സ്വാതന്ത്ര്യ സമരത്തിലും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും ദശാബ്ദങ്ങൾ നീണ്ട സേവനത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട ഉയർന്ന നിലവാരവും സത്യസന്ധതയും പൊതു സ്വീകാര്യതയുമുള്ള വ്യക്തികളായിരുന്നു. എന്നാൽ തന്റെ സഹപ്രവർത്തകരെക്കാൾ ഏറെ ഉയർന്നത് ജവഹർലാൽ നെഹ്റുവാണ്.
അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും ധാർമ്മികവുമായ താരതമ്യപ്പെടുത്താനാവാത്ത നിലയും ഉന്നതമായ വീക്ഷണവും ആഭ്യന്തര അന്തർദേശീയ മേഖലകളിലെ മികച്ച നേട്ടങ്ങളുമാണ് 1962 തുടർച്ചയായി മൂന്നാം തവണയും കോൺഗ്രസിനെ തിരിച്ചുകൊണ്ടുവന്നത്. ഇങ്ങനെയൊക്കെയാണ് ചരിത്രമെന്നിരിക്കെ ഇല്ലാ വലിപ്പം പറഞ്ഞു പരത്തുന്നവർ നാണം കെടുകയേയുള്ളൂവെന്ന് ഓർക്കുന്നത് നന്ന്.